ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അംവാച്ച് മാളിക്കാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബഹ്റൈൻ അക്വേറിയം നമുക്ക് കാണാം. ഈ അക്വേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളിൻ്റെ 4 ഫ്ലോറിലും സിലിണ്ടറിക്കൽ ഫോമിലാണ് ഉള്ളത്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അതിൻ്റെ ഇറങ്ങാനുള്ളത്. മീൻസ് ഇതിൽ സ്കൂബ ഡൈവേഴ്സ് ആയിട്ട് നമുക്ക് ഇറങ്ങാം. പക്ഷേ നമുക്ക് നാട്ടിലൊരാൾക്ക് ഒരു 20,000 ഉറുപ്പിക വെച്ചിട്ടാണ് ഡൈവിന് മാത്രം. ഫുഡ് ഫീഡിങ്, വീഡിയോഗ്രാഫ് അങ്ങനെയൊക്കെ ഉണ്ട്. അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. പക്ഷെ നമ്മളിത് കണ്ട് നമ്മളൊരു ഡാൻസും കളിച്ച് പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് വാക്കിലൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് പാരീസൊക്കെ കണ്ട് പിന്നെ ആകാശത്ത് വിമാനം പറക്കുന്നതൊക്കെ കണ്ട് നമ്മളവിടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു ട്രെയിൻ മാളി ചുറ്റിക്കാൻ മൊത്തമുണ്ട്. പിന്നെ ബഹ്റൈൻ്റെ നമ്മൾ മ്യൂസിയത്തിൽ കയറി. അവിടെ നിന്ന് തന്നെ ലൈഫ് ഓഫ് ട്രീ, പിന്നെ ബഹ്റൈനിലെ ഫസ്റ്റത്തെ സിനിമ നടിമാർ, അങ്ങനെ കുറേ ചറ സാധനങ്ങൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ രാത്രി സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒട്ടി നടക്കേണ്ടി വരും. അപ്പം കണ്ടില്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ് സ്കേറ്റിംഗ് സ്ഥലത്തിൽ പോയി. ഇവിടെ ആൾക്കാർ പറ എന്ന് പറഞ്ഞ് വീഴുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും വേദന ഇല്ല തോന്നുന്നു, അതേപോലെ തന്നെ നീക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേരിട്ടു വയസ്സായ ആൾക്കാർ വരെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് പിന്നെ മാളിനോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട്. ഈ ട്രാഫിക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സുഖമായിട്ട് വീട്ടിലോട്ട് പോയി. ബൈ.